രണ്ടാം വിജയം ലക്ഷ്യമിട്ടാണ് LDF സ്ഥാനാർത്ഥി PV ശ്രീനിജൻ ഇത്തവണ കുന്നത്തുനാട് വീണ്ടും മത്സരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നാട്ടുകാരുടെ ഇടയിൽ പ്രചരണങ്ങൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെ പോകുന്നു ആദ്യഘട്ടത്തിലെ പ്രവർത്തനം? ഈ മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിൽ പല കാര്യങ്ങളും അവർ പരിഭവങ്ങളുണ്ടായിരുന്നു, നിവേദനങ്ങളുണ്ടായിരുന്നു, നിർദ്ദേശങ്ങളുണ്ടായിരുന്നു. അങ്ങനെ കിട്ടുന്ന നിർദ്ദേശങ്ങളൊക്കെയാണ് പദ്ധതികളായിട്ട് നമ്മൾ രൂപപ്പെടുകയും ആ പദ്ധതികളിൽ പൂർത്തീകരണത്തിലേക്ക് എത്തിയത്. 2300 കോടി രൂപയുടെ വികസന പ്രവർത്തനം എന്ന് പറയുമ്പോൾ പല നിർദ്ദേശങ്ങളുമാണ്, പരിഭവങ്ങളുമാണ് പദ്ധതികളായി രൂപപ്പെട്ടത്. അപ്പോൾ അത്തരത്തിൽ കഴിഞ്ഞ 5 വർഷം ഈ നിയോജകമണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിലെ ഞങ്ങൾ നടത്തിയ യാത്രകളും ആളുകളായിട്ടുള്ള ജനസമ്പർക്കവുമാണ് എനിക്കതിന് സാധ്യമായിട്ടുള്ളത്. അപ്പോൾ ആ ഒരു വിശ്വാസം ജനങ്ങളെ നേരിട്ട് കാണുന്ന, അവർക്ക് ബോധ്യം വരുന്ന പദ്ധതികളാണ് നാടിന് സമർപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ആത്മവിശ്വാസത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതായത് കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ മണ്ഡലത്തിനെ വളരെയധികം പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇനി അടുത്തൊരു 5 വർഷത്തിലേക്ക് കടക്കുമ്പോൾ എന്താണ് ഇനി കൂടുതലായിട്ട് മണ്ഡലത്തിലേക്ക് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന അങ്ങനെ ഒരു വികസന ലക്ഷ്യമുള്ളത് എന്തൊക്കെയാണ്? അതായത് ഇപ്പോൾ നമ്മൾ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ മുന്നോട്ട് വെച്ച പദ്ധതികൾ, അത് പല പദ്ധതികളും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത് രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ്. അപ്പോൾ ഒരു തുടർ ഭരണമുണ്ടായതാണ് കേരളത്തിനെ സംബന്ധിച്ച ഒരു വികസനത്തിൽ വലിയ കുതിച്ചുചാട്ടം ഉണ്ടാകാനുള്ള ഒരു കാരണം. എന്ന് പറഞ്ഞ പോലെ ഈ മണ്ഡലത്തിൽ ഇപ്പോൾ ഞാൻ 2021 MLA ആയിട്ട് വരുമ്പോൾ കുറേ പദ്ധതികൾ, പ്രത്യേകിച്ച് ആദ്യഘട്ടത്തിൽ നമ്മൾ ശ്രമിച്ച അടിസ്ഥാന സൗകര്യങ്ങളാണ്. ഇപ്പോൾ റോഡുകൾ നന്നായി, വിദ്യാലയങ്ങൾ, നമ്മുടെ നിയോജകമണ്ഡലത്തിൽ ഏതാണ്ട് എല്ലാ വിദ്യാലയങ്ങൾക്കും പുതിയ കെട്ടിടങ്ങൾ വന്നു, ആശുപത്രി. അപ്പോൾ അടിസ്ഥാന സൗകര്യങ്ങൾ ഇപ്പോൾ മെച്ചപ്പെടുത്തി. ഇനി വേണ്ടത് ഇപ്പോൾ ഹോസ്പിറ്റലുകളിലാണെങ്കിൽ ഇപ്പോൾ സ്റ്റാഫ് പാറ്റേൺ 1977 സ്റ്റാഫ് പാറ്റേണാണ് ഇപ്പോഴും പിന്തുടരുന്നത്. അപ്പോൾ ഭൗതിക സാഹചര്യങ്ങൾ ഉണ്ടായപ്പോൾ സ്വകാര്യ ആശുപത്രികളിൽ പോയിരുന്ന ആളുകളെല്ലാം ഇപ്പോൾ നമ്മൾ തിരിച്ച് നമ്മുടെ സർക്കാർ ആശുപത്രികളിലേക്ക് വന്നു. പക്ഷേ ഇപ്പോൾ ആളുകളുടെ ഒരു പരാതി, അവിടെ ചെല്ലുമ്പോൾ ഇപ്പോൾ നേരത്തെ 10-40 OP ഉണ്ടായിരുന്നത് ഇപ്പോൾ 100-150 OP ആയിട്ട് മാറി. അപ്പോൾ ഡോക്ടർമാരുടെ ഒരു എണ്ണത്തിൻ്റെ ഒരു ഇത് പറയുന്നു, സ്റ്റാഫ് നഴ്സുകളുടെ. ഇനി രണ്ടാം ഘട്ടത്തിലേക്ക് സർക്കാർ ഫോക്കസ് ചെയ്യണത് ഈ സ്റ്റാഫ് പാറ്റേൺ കൂട്ടുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഘട്ടം കഴിഞ്ഞു, ഇനി രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ സ്വാഭാവികമായിട്ടൊരു തുടർ ഇതുണ്ടെങ്കിൽ അത് നല്ലതായിരിക്കാമാണ്, അത് നാടിന് നല്ലതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ കഴിഞ്ഞ കാലഘട്ടത്തിലൊക്കെ വലിയ രീതിയിൽ കുന്നത്തുനാട് മണ്ഡലം വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു, പ്രത്യേകിച്ച് കിറ്റക്സൊക്കെ ആയിട്ടുണ്ടായ വിഷയങ്ങൾ. ഇപ്പോൾ അതൊരു കുറച്ചുകൂടി രാഷ്ട്രീയമായിട്ട് കൂടുതൽ ശക്തി പ്രാപിച്ച് വരുന്നു എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. കാര്യം ഒരു NDAയുടെ ഒക്കെ മുന്നണിയുടെ ഭാഗമായിട്ട് എതിരെ മത്സരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കും ആ ഒരു വെല്ലുവിളിയൊക്കെ നേരിടുക? ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം ചോദിക്കാം. ഞാൻ എന്തെങ്കിലും കിറ്റക്സിനെതിരെ എവിടെയെങ്കിലും ഒരു പ്രസ്താവന നടത്തിയായിട്ട് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇല്ല. അത് ബോധപൂർവം ഞാൻ കിറ്റക്സിനെതിരെയാണെന്നുള്ളൊരു പ്രചരണം, ഞാനിപ്പോൾ 2020 മാർക്കറ്റിംഗ് മാനേജറൊന്നും അല്ലല്ലോ ഞാൻ. അവരെ രാഷ്ട്രീയപരമായിട്ട് ഞാൻ വിമർശിക്കും, അതെൻ്റെ ഒരു ഉത്തരവാദിത്തമാണ്. തെറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ വിമർശിക്കും. പക്ഷേ അത് ഞാൻ കിറ്റക്സ് കമ്പനിക്കെതിരാണെന്നുള്ള ബോധപൂർവമായിട്ടൊരു ശ്രമം അവർ നടത്തിയിരുന്നു. അതൊരു ഒരു വ്യവസായിയുടെ, അതിബുദ്ധിമാനായിട്ടുള്ള വ്യവസായി അങ്ങനെ ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കേരളത്തിൽ മുഴുവനും MLA എന്തോ ഒരു വ്യവസായത്തിനെതിരാണെന്നുള്ളൊരു ധാരണ അദ്ദേഹത്തിന്. പക്ഷേ അതെല്ലാം ജനങ്ങൾ മനസ്സിലാക്കി. ഇപ്പം എന്തുകൊണ്ടാണ് അതിന് ശേഷം ഇപ്പോൾ തെലങ്കാനയിലേക്ക് അദ്ദേഹം പോയി. പക്ഷേ ഇവിടുത്തെ ഫാക്ടറി, ഇവർക്കറിയാം, ഈ കിഴക്കമ്പലത്തെ ഫാക്ടറി ഇപ്പോഴും സുഗമമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അതിനൊന്നും ഒരു കുഴപ്പമില്ല. 10,000-ഓളം ആളുകൾ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ MLAനെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കാൻ കിട്ടുന്ന അവസരങ്ങളൊക്കെ അദ്ദേഹം ആ തരത്തിൽ വിനിയോഗിച്ചിട്ടുണ്ടെന്നല്ലാതെ രാഷ്ട്രീയവും വ്യവസായവും തമ്മിൽ കൂട്ടിക്കുഴച്ചത് ഞാനല്ല. അത് അദ്ദേഹം നിലനിൽപ്പിന് വേണ്ടി ചെയ്തൊരു കാര്യമാണ്. ഇപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അന്ന് തന്നെ ഇത് പറഞ്ഞിരുന്നു. 2020 കോർഡിനേറ്റർ സാബു ജേക്കബ് ഇത് ഒരു ദിവസം സംഘപരിവാറിൻ്റെ അടുത്ത് ഇത് കൊണ്ടേ കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നതാണ്. അതാരും വിശ്വസിച്ചില്ല. അന്ന് കുറേ പഴി ഇതിനെ ഞാൻ കേൾക്കുകയും ചെയ്തു. ശ്രീ സാബു ജേക്കബ് തന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ ആ സമയത്ത് പറഞ്ഞത്, ഇത് ഞാൻ BJPയിൽ ചേർന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സംഘപരിവാറിൽ ചേർന്ന് കഴിഞ്ഞാൽ രാജിവെക്കെ വന്നു. അദ്ദേഹത്തിനെ വിശ്വസിച്ച സാധാരണക്കാരായിട്ടുള്ള ആളുകളെ, പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങളെ എനിക്ക് അത്ഭുതമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ എത്രയോ ആളുകൾ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളുണ്ട്. അവരെയൊക്കെ എങ്ങനെയാണ് അദ്ദേഹം ഇത്തരത്തിൽ വഞ്ചിക്കാൻ, ചതിക്കാൻ കഴിയുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഒട്ടനവധി ആളുകളിപ്പോൾ അതിൽ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് അവരിപ്പോൾ ആ പ്രസ്ഥാനത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ്. അങ്ങനെയാണ് ഈ 2020 NDAയിലേക്ക് ചേർന്നപ്പോൾ ഒരുപാട് പേര് വിട്ടുവന്നിരുന്നത്. അവരെയൊക്കെ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് ശ്രീനിജൻ തന്നെ നേരത്തെ വ്യക്തമാക്കുകയും ചെയ്തതാണ്. സ്വാഭാവികമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ അവരുടെയൊക്കെ ഒരു പിന്തുണ ഉണ്ടാകുമോ?
ഞാൻ ഇതിലെ ഒരു നിലപാടിൻ്റെ ഒരു വിഷയമാണ്. എന്താണ് ഞാൻ മുന്നോട്ട് വെച്ച നിലപാട്? ആ നിലപാടിനുള്ള അംഗീകാരം വ്യക്തിപരമായിട്ട് ഇപ്പം എന്നെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടാവും, ഇഷ്ടമില്ലാത്ത ആളുകളുണ്ടാവും. പക്ഷെ നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ സത്യമുണ്ടോ എന്ന് ജനം തിരിച്ചറിയേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ അത്തരത്തിൽ ഈ നമ്മുടെ കേരളം എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് സമാധാനമായിട്ട് ഇവിടെ ഇരിക്കാം, നമുക്ക് ചർച്ച ചെയ്യാം. ഇപ്പോൾ ഇദ്ദേഹം വന്നപ്പോൾ തന്നെ എൻ്റെ അടുത്ത് കുറേ പരിഭവങ്ങൾ പറഞ്ഞു. ഞാൻ ആ പരിഭവങ്ങൾ കേട്ടു. പക്ഷേ ഉത്തരേന്ത്യയിൽ ഇതാണോ സ്ഥിതി? നിങ്ങളൊരു നേതാവിനെ വിമർശിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? അങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ തോക്കെടുക്കുക, അല്ലെങ്കിൽ ഒരു കരോള് വരുമ്പോൾ ആ കരോളിൻ്റെ വസ്ത്രം അതിൻ്റെ നിറം എന്ത്, അല്ലെങ്കിൽ അതിലെ മുഖംമൂടി പപ്പാനിയുടെ ഇതെന്ത്, അങ്ങനെ എതിർക്കുന്ന നിങ്ങൾ ഏതെങ്കിലും ഉത്തരേന്ത്യൻ ഹോട്ടലുകളിൽ പോയി നിങ്ങൾക്ക് ബീഫ് എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന ഒരു സാമുദായിക സൗഹൃദമുള്ളൊരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. മാത്രമല്ല കുന്നത്തുനാട്, ഇവിടെ എല്ലാ വിഭാഗവും സമാധാനമായിട്ട് ജീവിക്കുന്നൊരു സ്ഥലമാണ്. അവിടെയെല്ലാം ഇത്തരം വർഗീയ താല്പര്യങ്ങൾ മനുഷ്യൻ അങ്ങനെ അടിച്ചേൽപ്പിക്കരുത്. അവൻ സ്വതന്ത്രമായിട്ട് ജീവിക്കട്ടെ. അവന് പരിഭവം ഉണ്ടാവും, ചിലപ്പോൾ വീട്ടിൽ പ്രശ്നങ്ങളുണ്ടാവും, അല്ലെങ്കിൽ പട്ടിണി ഉണ്ടാവും. എന്നാലും ഒരാളെ കാണുമ്പോൾ വർഗീയമായിട്ട് അവൻ ഇന്ന ആളുടെ ആണെന്ന് പറഞ്ഞ് ഇവരാരും ഒരു മുസൽമാൻ കയറി വരെയാണ് എൻ്റെ ഓട്ടെ കയറ്റില്ലെന്ന് ഇവിടെ പറയില്ല. അപ്പോൾ വേഷമല്ല പ്രധാനം, അവൻ കഴിക്കുന്ന ഭക്ഷണമല്ല പ്രധാനം. മാനുഷികമായിട്ടുള്ള ചിന്തയുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട ഒരു പൊതുസമൂഹമാണ് നമ്മുടേത്. അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്ക് നമുക്ക് ഒരുമിച്ച് പോകാൻ കഴിയണം. എനിക്ക് ഇദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം അറിയില്ല, ഇദ്ദേഹത്തിൻ്റെ മതം എന്താണെന്ന് അറിയില്ല. പക്ഷേ ഇദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ കാര്യപ്രസക്തമായ കാര്യങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള ശ്രമമാണ് ഒരു ജനപ്രതി എന്നുള്ള രീതിയിൽ ഞാൻ ചെയ്യാറ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലെ മുഖ്യ എതിരാളികൾ എന്നുള്ളത് 2020 തന്നെ ആയിരിക്കുമോ? മുഖ്യ എതിരാളി 2020 അല്ല, NDA ആണ്. 2020 ഇല്ലല്ലോ, ഇപ്പോൾ അവർ മത്സരിക്കാനുള്ള അവരുടെ ചിഹ്നത്തിലല്ല മത്സരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നൊരു NDA സ്ഥാനാർത്ഥി, സംഘപരിവാറിൻ്റെ ഒരു സ്ഥാനാർത്ഥി കുന്നത്ത് നാട്ടിൽ ജയിച്ചാൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ ഈ നാട്ടിലെ നല്ലവരായിട്ടുള്ള ജനങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. നമുക്ക് ഒരു അവസരം ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ, ബ്രിട്ടീഷുകാർ പല പ്രലോഭനങ്ങളും നടത്തിയാണ് നമ്മുടെ നാട്ടിലേക്ക് വരുന്നത്. അവർ പല സൗജന്യങ്ങൾ കൊടുത്തു. ആ സൗജന്യങ്ങൾ കൊടുത്ത് 300 വർഷമാണ് നമ്മളെ ഭരിച്ചത്. ആ 300 വർഷങ്ങൾ നമ്മൾ അനുഭവിച്ച യാതനകൾ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അത്തരം കാര്യങ്ങളിലൊന്നും നമുക്ക് കടക്കാൻ, നമ്മുടെ നാട് പ്രത്യേകിച്ച് കേരളം എന്ന് പറയുന്ന ഒരു ചെറിയ തുരുത്തിൽ ഇപ്പോഴും സമാധാനത്തിൻ്റെ വലിയ പ്രതീക്ഷയുടെ വലിയ ഗോപുരങ്ങൾ ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ അതെല്ലാം തച്ച് തകർത്ത് ആർക്കും ഈ സംസ്ഥാനം വിട്ടുകൊടുക്കാൻ നമ്മുടെ നല്ലവരായിട്ടുള്ള ആളുകൾ ഒരിക്കലും ശ്രമിക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അതായത് 2020 NDAയും LDFും തമ്മിലാണ് കുന്നത്തുനാട് മത്സരം. അങ്ങനെ അല്ല, NDAയും ഇപ്പോൾ കോൺഗ്രസ് NDAയുടെ പിന്തുണയോടുകൂടി പുത്തൻകുരിശ് ഭരിക്കുക. പുത്തൻകുരിശ് പഞ്ചായത്ത്, ഈ നിയോജകമണ്ഡലത്തിൽ പുത്തൻകുരിശിൽ ഭരിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് കോൺഗ്രസ്സാണ്. പക്ഷേ NDAയുടെ പിന്തുണയോടുകൂടിയാണ്, അല്ലെങ്കിൽ അവർക്ക് ഭരിക്കാൻ കഴിയില്ല, ഭൂരിപക്ഷമില്ല. അപ്പോൾ ആ ഒരു കൂട്ടുകെട്ട് ഇതിനോടകം തന്നെ പുത്തൻകുരിശ് എന്ന് പറയുന്ന പഞ്ചായത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഭരണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ആരായാലും, കോൺഗ്രസിൻ്റെ ആയാലും NDAയുടെ ആയാലും സ്ഥാനാർത്ഥി ഒന്നേ ഉള്ളൂ. അവരെതിർക്കുന്നത് LDF ആണ്. ആ LDFന് ജനം തിരിച്ചറിഞ്ഞ് വോട്ട് ചെയ്യുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. വളരെയധികം നന്ദി. വലിയൊരു പ്രതീക്ഷയോടുകൂടി തന്നെയാണ് അദ്ദേഹം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. കുന്നത്തുനാട് LDFും NDAയും തമ്മിലുള്ള മത്സരമായിരിക്കും ഇത്തവണ ഉണ്ടാകുക എന്നുള്ളൊരു കാര്യം തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ ബിനു ഈശ്വരമംഗലത്തിനൊപ്പം കിരൺകുമാർ, അമൃത ന്യൂസ്, കൊച്ചി.